ഷുഗർ പേഷ്യൻസ് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. അവർക്ക് ഫ്രൂട്ട്സുകൾ എല്ലാം തന്നെ കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് എല്ലാതരം ഫ്രൂട്ട്സും അവർക്ക് കഴിക്കാൻ പറ്റുമോ, അത് ഏതൊക്കെ സമയത്ത് കഴിക്കാൻ പറ്റണം, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നേരം ഫ്രൂട്ട്സ് എടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഇന്ന് ഷുഗർ പേഷ്യൻസ് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഡയറ്റ് കൊടുക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ പേഷ്യൻസിന് കൊടുക്കാറുള്ളൂ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്രൂട്ട്സിലുള്ള ഷുഗർ എന്ന് പറയുന്നത് ഫ്രക്ടോസ് ആണ്. അപ്പോൾ അത് നിങ്ങളൊരു പരിധിയിൽ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലോട്ട് വരുന്ന ഷുഗർ കണ്ടന്റ് കൂടുതലായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ പേഷ്യൻസിന് കൊടുക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഡയറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ വലിച്ചു വാരി, അല്ലെങ്കിൽ ചില ആളുകൾ പറയാറുണ്ട് ഞാൻ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാറുള്ളൂ എന്നുള്ളത്. ഇങ്ങനെ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് ഷുഗർ വന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് ഫാറ്റി ലിവർ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ അളവാണെങ്കിലും അതുപോലെ തന്നെ അത് കഴിക്കേണ്ട ടൈം ആണെങ്കിലും അത് എത്രത്തോളം, അതായത് നിങ്ങൾ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് കഴിക്കേണ്ടത് എന്നുള്ളൊരു ധാരണ വെച്ചിട്ട് വേണം എപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദിക് ഡോക്ടറാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ പഞ്ചസാര അഥവാ ഷുഗറിൻ്റെ അളവ് കൂടുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം നിങ്ങൾക്ക് ഫാമിലിയിൽ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ പാരൻസിന് ആർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഷുഗർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ചെക്കപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഷുഗറിന് കുറച്ച് ഡയറ്റിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം തുടങ്ങാം എന്നുള്ള ചിന്താഗതിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മാറിയ ഈ ഒരു ജീവിത രീതി കൊണ്ട് തന്നെ ഷുഗറൊക്കെ ഇന്നൊരു 25 വയസ്സിലെ കുട്ടികൾക്കൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആള് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനാണ്. അത്യാവശ്യം കുറച്ച് തടിയും വണ്ണമൊക്കെ ഉണ്ട്. അപ്പം കുട്ടിക്ക് ഷുഗർ ഉണ്ട്. ആൾക്ക് അത്യാവശ്യം വെയിറ്റും ഉണ്ട്, ഷുഗറും ഉണ്ട്. അവൻ്റെ ഉമ്മയ്ക്കാണെങ്കിലും ഷുഗർ ഉണ്ട്. അപ്പോൾ പാരമ്പര്യ കാരണം കുട്ടി 10ാം ക്ലാസ്സിലെത്തിയ സമയത്തേക്കും കുട്ടിക്കും ഷുഗർ വന്നു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മെറ്റബോളിക് ആയിട്ട് നമുക്ക് കുറച്ച് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മെറ്റബോളിക് ഡിസീസിൽ, കാരണം നമ്മൾ കുറച്ച് ഫാറ്റിയാണ്, ഷുഗർ ആൾക്ക് വന്നിട്ടുണ്ട്. നമ്മളൊരു USG ഒന്നും കൊടുത്തിട്ടില്ല, ആദ്യം തന്നെ ഒരു ഡയറ്റ് കൊടുത്തു. നമുക്ക് മാക്സിമം ഷുഗർ ലെവൽ ഒന്ന് താഴോട്ട് കൊണ്ടുവരണം. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു ഡയറ്റ് എടുത്ത് പോവുകയാണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഷുഗർ ലെവലിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ മെഡിക്കേഷൻസ് കഴിക്കേണ്ടി വരും. ചില ആളുകളിൽ വളരെ ഡോസ് കുറഞ്ഞത് മതിയായിരിക്കും, ചില ആളുകളിൽ കുറച്ച് ഡോസ് കൂട്ടിയിട്ട് എടുക്കേണ്ടി വരും. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ മെഡിക്കേഷൻസും അതുപോലെ തന്നെ ഡയറ്റ് കൂടി ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷുഗറൊക്കെ വളരെ നോർമലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ കേസ് എടുക്കുമ്പോൾ തന്നെ പേഷ്യൻസിനോട് ചോദിക്കുന്നത് മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഷുഗർ പേഷ്യൻസ് എടുക്കേണ്ട ഡയറ്റും കൊളസ്ട്രോൾ പേഷ്യൻസ് എടുക്കേണ്ട ഡയറ്റും സെയിം അല്ല. നമുക്ക് അതിൻ്റെ അകത്ത് ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തേണ്ടി വരും. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിന് കൊഴുപ്പെടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള ഡൗട്ട് വരാറുണ്ട്. ഷുഗർ പേഷ്യൻസിന് ഇപ്പം നല്ല കൊഴുപ്പ് എടുക്കുന്നത് കൊണ്ടൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഷുഗർ പേഷ്യൻസിനോട് നമ്മൾ ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചില ആളുകൾ 4 നേരം ചായ കുടിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ അവർക്ക് കുറേ തവണ ചായ കുടിച്ചാൽ മാത്രമേ അവർക്കൊരു ഉന്മേഷം കിട്ടത്തുള്ളൂ. ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ നമ്മൾ ആദ്യം പറയുന്നത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആ ചായ കുടിക്കുന്ന ശീലം അങ്ങോട്ട് ഒഴിവാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഫി കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യരുത്. നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യാതെ നിങ്ങൾ കോഫി കുടിക്കുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമല്ല. നിങ്ങൾക്ക് വണ്ണം ഉണ്ടെങ്കിൽ അഥവാ നിങ്ങൾക്ക് തടി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പാല് ഒഴിക്കുന്നതും ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങൾ ബ്ലാക്ക് കോഫി എടുക്കുക വിത്തൗട്ട് ഷുഗർ. ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷുഗർ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഇപ്പം ഷുഗർ നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആയിരിക്കും. അപ്പം നിങ്ങൾ മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒന്നാണ് HbA1c എന്ന് പറയുന്നത്. HbA1c എന്ന് വെച്ചാൽ 3 മാസത്തെ ആവറേജ് ആണ് ഷുഗറിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ മരുന്ന് എടുക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മരുന്ന് എടുക്കേണ്ടതുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ് HbA1c. ഇതൊരിക്കലും ഒരു 6.5ൻ്റെ മുകളിൽ പോകാൻ പാടില്ല. 6.5നും ഒരു 5.9 ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെന്നാണ് പറയാറ്. ആ ഒരു പേഷ്യൻ്റ് കിടക്കുന്നത് പ്രീ ഡയബറ്റിക് ആണ്. അതുപോലെ തന്നെ ഒരു ഏർലി സ്റ്റേജ്, നിങ്ങളുടെ ഒരു പ്രായത്തിൽ തന്നെ നിങ്ങൾ ഷുഗർ നോക്കുന്ന സമയത്ത് വളരെ കുറവായിട്ട് കാണിക്കുന്നതും നിങ്ങൾക്ക് ഭാവിയിൽ ഡയബറ്റീസ് വരാനുണ്ട് എന്നുള്ളൊരു ചാൻസ് ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ എന്ത് വന്നാലും ഇങ്ങനെയുള്ള ആളുകൾ കറക്റ്റായിട്ടൊരു ഡയറ്റ് എടുക്കുക, അതിൻ്റെ കൂടെ ഒരു എക്സസൈസ് ചെയ്യുക, പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡയബറ്റീസിനെ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ ഡയബറ്റീസ് പേഷ്യൻസ് ഒട്ടും തന്നെ ഷുഗർ ഇല്ലാത്ത ഭക്ഷണങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഒട്ടും തന്നെ അന്നജം ഇല്ലാത്ത ഫുഡുകളുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്.
ഒരുപാട് ഭക്ഷണത്തിൽ ഒട്ടും തന്നെ അന്നജമില്ല, പക്ഷെ നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നില്ല. അതുകൊണ്ടാണ് നമ്മളിൽ പലരും ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കാതിരിക്കുന്നത്. കാരണം നമുക്ക് അത് കഴിച്ചാൽ നമുക്ക് ആ ഒരു ദിവസത്തിന് വേണ്ട എനർജി അതിൽ നിന്ന് കിട്ടുമോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ ഷുഗർ ഇല്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒട്ടും തന്നെ ഷുഗർ ഇല്ലാത്തത് ഒന്ന് മീറ്റുകളിലാണ്. അതായത് നിങ്ങൾ ലീൻ മീറ്റ് കഴിക്കുന്നുണ്ടെങ്കിലും റെഡ് മീറ്റ് കഴിക്കുന്നുണ്ടെങ്കിലും ഇതിൽ ഒട്ടും തന്നെ ഷുഗർ ഇല്ല. അത് കരുതിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും റെഡ് മീറ്റ് ഒന്നും കഴിക്കേണ്ട ആവശ്യകതയില്ല. നമുക്ക് വീക്കിലി വൺസ് ഒക്കെ റെഡ് മീറ്റ് എടുക്കാം. ലീൻ മീറ്റ് ചിക്കൻ നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല. ഒന്നെങ്കിൽ അത് കറി വെച്ച് കഴിക്കുക, അല്ലെങ്കിൽ അത് ഗ്രില്ല് ചെയ്ത് കഴിക്കുക. ഗ്രില്ല് ചെയ്ത് കഴിക്കുന്ന സമയത്ത് അതിൽ വരുന്ന ആ ഒരു ബ്ലാക്ക് പോർഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കുക. അതുപോലെ തന്നെ അത് ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിക്കാതിരിക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മുട്ട എന്ന് പറയുന്നത്. എഗ്ഗ്. മുട്ട നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. നിങ്ങൾക്കിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് 2 എഗ്ഗ് കഴിക്കാം, ഇല്ലെങ്കിൽ ഒരു എഗ്ഗും 2 എഗ്ഗിൻ്റെ വൈറ്റും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. മുട്ട എന്ന് പറയുമ്പം എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ് ഇത് കൊളസ്ട്രോൾ കൂട്ടും എന്നുള്ളൊരു കാര്യം. ഒരിക്കലുമില്ല. മുട്ടയിലുള്ളത് HDL കൊളസ്ട്രോൾ, അല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ HDL കൊളസ്ട്രോൾ ആണ് കൂട്ടുന്നത്. നമ്മുടെ ബോഡിയിൽ LDL കൂടി നിന്നാലും, അതായത് ചീത്ത കൊളസ്ട്രോൾ കൂടി നിന്നാലും HDL കൊളസ്ട്രോൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് വേണ്ട രീതിയിലുള്ള നല്ല സാച്ചുറേറ്റഡ് ഫാറ്റ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മുട്ടയിലുള്ളത് അതുപോലെ തന്നെ ലെസിത്തിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ്. ഇത് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പം ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവക്കാഡോ പോലുള്ള ഫ്രൂട്ട്സും നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ്. ഇതിലും 0% ഷുഗറാണ്. അപ്പോൾ ഇതും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ വിറ്റാമിൻ C റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ നല്ല മധുരം ഉള്ളതെന്ന്, ഇപ്പോൾ മുസമ്പി ഒന്നും കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഓറഞ്ച് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു ഓറഞ്ച് കഴിക്കാവുന്നതാണ്. ആപ്പിൾ നിങ്ങൾക്ക് ഡെയിലി ഒന്ന് എടുക്കാം. ഷുഗർ പേഷ്യൻസിനാണെങ്കിലും ആപ്പിൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു ആപ്പിൾ വീതം കഴിക്കാവുന്നതാണ്. പിന്നെ വൈറ്റമിൻ C റിച്ച് ആയിട്ടുള്ളത് പേരയ്ക്കയാണ്. പേരയ്ക്ക നല്ല പഴുത്ത പേരയ്ക്ക കഴിക്കേണ്ട, ഒരു ഇളം പഴുപ്പിലുള്ള പേരയ്ക്കൊക്കെ എടുക്കുന്നത് നമ്മുടെ ബോഡിയിലുള്ള വൈറ്റമിൻ C കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. നട്ട്സ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കൗണ്ട് എന്താണെങ്കിലും ഒരു 8 മുതൽ 10 നട്ട്സോളം മാത്രം ഒരു ദിവസം എടുത്താൽ മതി. ഇതിപ്പം കൊളസ്ട്രോൾ ഉള്ള ആളുകളാണെങ്കിലും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഈ ഒരു എമൗണ്ടിൽ മാത്രം നട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ ഓവറായിട്ട് നട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രോട്ടീൻ യൂറിൻ പോകുന്ന സമയത്ത് പ്രോട്ടീൻ കൂടുതലായിട്ട് പോകുന്നതൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം കറക്റ്റായിട്ടുള്ള ആ ഒരു എണ്ണം നോക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, നട്ട്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വാൾനട്ടൊക്കെ ആവുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് omega-3 കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഷുഗർ പേഷ്യൻസിന് മഷ്റൂം പോലെ അല്ലെങ്കിൽ ഇലക്കറികളൊക്കെ അവരുടെ ഭക്ഷണത്തിൽ മാക്സിമം കൊണ്ടുവരിക. ക്രൂസിഫറസ് ഫാമിലിയിൽ പെടുന്ന വെജിറ്റബിൾസ് ഉണ്ട്, ഈ ക്യാബേജ്, ബ്രൊക്കോളി ഒക്കെ. അപ്പോൾ ബ്രൊക്കോളി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സൂപ്പൊക്കെ ആക്കിയിട്ട് കഴിക്കാം. ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ബ്രൊക്കോളി സൂപ്പൊക്കെ വെച്ച് കഴിക്കാവുന്നതാണ്. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബട്ടറൊക്കെ ആഡ് ചെയ്യുക. ബട്ടർ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ബോഡിയിൽ LDL കൊളസ്ട്രോളിനെ കൂട്ടത്തില്ല, അത് നിങ്ങൾ HDL കൊളസ്ട്രോളിനെയാണ് കൂട്ടുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ഡയബറ്റീസ് പേഷ്യൻസ് ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സസൈസ് ചെയ്യണം. എക്സസൈസ് എന്ന് പറയുമ്പോൾ കുറച്ച് കാർഡിയോ വർക്കൗട്ട് ആയിരിക്കണം. അതായത് നിങ്ങൾ നന്നായിട്ട് ഒന്ന് വിയർക്ക് തന്നെ വേണം. അതായത് നിങ്ങളിപ്പം സ്വിമ്മിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റണ്ണിങ് ആയിക്കോട്ടെ, ജമ്പിങ് ആയിക്കോട്ടെ, സൈക്ലിങ്ങോ ത്രെഡ്മില്ലോ ഇങ്ങനെയുള്ള ഏത് എക്സസൈസ് ആണെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ഒരു 45 മിനിറ്റ് മിനിമമാണ് നിങ്ങൾക്ക് 1 മണിക്കൂർ വരെ ചെയ്യാവുന്നതാണ്. ഇപ്പം ഒരു ബിഗിനേഴ്സ് ഒക്കെ ആവുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ വളരെ വിഗറസ് ആയിട്ടൊന്ന് എക്സസൈസ് ചെയ്യരുത്. ആദ്യത്തെ ഡേയ്സ് ഒക്കെ ആണെങ്കിലും വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് പതുക്കെ ആ ഒരു എക്സസൈസിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കൂട്ടി വരിക. ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഷുഗർ നോർമൽസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ, ഷുഗർ കുറയ്ക്കാൻ എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ എന്നുള്ളത്. ഷുഗർ ഒരിക്കലും നമുക്കൊരു ടിപ്പ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റും പ്രോപ്പറായിട്ടുള്ളൊരു എക്സസൈസും അതിൻ്റെ കൂടെ തന്നെ ഡോക്ടേഴ്സ് ചിലപ്പോൾ മെഡിക്കേഷൻസ് തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കഴിച്ച് അതിൻ്റെ കൂടെ നമ്മൾ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷുഗർ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കറുവപ്പട്ട, നമുക്ക് എല്ലാവർക്കും അറിയാം കറുവപ്പട്ട, അതിൽ തന്നെ വളരെ നൈസ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള കറുവപ്പട്ട അവൈലബിൾ ആണെങ്കിൽ അത് നിങ്ങൾ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗറൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടി നമുക്ക് ബോഡിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും ഈ കൊഴുപ്പ് വന്ന് കിടക്കുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ലെമൺ യൂസ് ചെയ്യാം. പക്ഷേ അസിഡിറ്റി അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ മാക്സിമം ഇത് രാവിലെ ട്രൈ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വീക്കിലി 1 or 2 മാത്രം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ലെമൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉപയോഗിച്ചിട്ട് കുടിക്കുന്നത്.
അതാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ബോഡിക്ക് ഉണ്ടാക്കില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഞ്ചരിച്ചിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കരുത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ നമുക്ക് ചായക്ക് പകരം നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. ഗ്രീൻ ടീ ആണെങ്കിലും ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിസത്തിന് എന്ത് ചെയ്യും, ബൂസ്റ്റ് ചെയ്യും. മെറ്റബോളിസം ബൂസ്റ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ഒരുപാട് എനർജിയുടെ ആവശ്യമുണ്ട്. ഈ എനർജി ബോഡി യൂട്ടിലൈസ് ചെയ്യുന്നത് ഓൾറെഡി ഉള്ള നമ്മുടെ ഫാറ്റിൽ നിന്നാണ്. ഈ ഫാറ്റ് ബേൺ ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ഭാഗമായിട്ട് അമിത വണ്ണമുള്ള ആളുകളാണെങ്കിൽ അവരുടെ വെയിറ്റ് കുറയുന്നതും അവർക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം മെയിനായിട്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം എപ്പോഴും നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുക, എന്നിട്ട് പോസ്റ്റ് പ്രാൻഡിയിൽ ചെക്ക് ചെയ്യുക. ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു 12 hours ഫാസ്റ്റിംഗ് ചെയ്തതിന് ശേഷം രാവിലെ പോയിട്ട് ചെക്ക് ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് വരുന്നത്. നെക്സ്റ്റ് ഒരു 1.5 hour കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 1.5 hour കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രാൻഡിയിൽ ചെക്ക് ചെയ്യുക. 3 മാസത്തെ ആവറേജ് നോക്കാം. നിങ്ങൾ ജസ്റ്റ് HbA1c ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് പോയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മളിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഇതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് റെറ്റിനോപ്പതിയും ന്യൂറോപ്പതിയും അതുപോലെ തന്നെ നെഫ്രോപ്പതിയും 3 കണ്ടീഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കിഡ്നിക്ക് തകരാറ് സംഭവിക്കും. അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തിയിൽ പ്രശ്നങ്ങൾ വരുന്നതോ നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്നതൊക്കെ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഡയബറ്റീസിനെ ആ ഒരു റിവേഴ്സിബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വെച്ച് വീണ്ടും കാണാം. നന്ദി.